ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഫ്സീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗവിലാണ്. അതിനുവേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ച് മോൾഡ് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ച മോൾഡ് ആ പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അടപ്പ് ടൈറ്റ് ആയിരിക്കണം. ഈ കേക്കിന് വേണ്ടി 4 മുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ വനില എസൻസ് ആണ്. അതുപോലെ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. മുട്ട പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്യാം. ഈ കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അരിച്ച് കാണിക്കുന്നില്ല. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ 1/4 കപ്പ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി മൊത്തം ഓയിൽ എത്തുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റർ ഓഫ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് 3ഉം അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് ഡെസിക്കറ്റ് കോക്കനട്ട് ഇവ ചേർത്താണ് ബാറ്റർ റെഡിയാക്കുന്നത്. എല്ലാം കൂടി കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറേശ്ശെ വേണം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഇനി ബേക്കിംഗ് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം റെഡിയാക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. അതുകൂടി കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ കുറച്ച് ഡെസിക്കറ്റ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചാണ് ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ലെയറിലേക്ക് നന്നായി ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുത്ത് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഓരോ ലെയറിലും അണ്ടിപ്പരിപ്പും ബദാമും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് മെയ്ഡ്, പാൽപ്പൊടി, ഡെസിക്കറ്റ് കോക്കനട്ട് ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ കേക്കിൻ്റെ ഓരോ ലെയറിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണിത്.
ഓരോ ലെയറിലും ഓരോ സ്പൂൺ വീതം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മിൽക്ക് മെയ്ഡ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മധുരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ വൈറ്റ് ചോക്ലേറ്റും മധുരമുള്ളതാണ്. ഷുഗർ സിറപ്പ് നന്നായി വെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മധുരം ഒരുപാടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് മതിയാകുമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ വെച്ചതിന് ശേഷം കേക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് ക്രീം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് നന്നായി ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമുക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ കേക്കാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. നേരത്തെ എടുത്ത നട്ട്സിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് റാഫല്ലോ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം.
കുറച്ച് ഡെസിക്കറ്റ് കോക്കനട്ടും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.